ഡൽഹി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കെജ്രിവാളിൻ്റെ ഒരു വളരെ എന്താ പറയുക, വളരെ ഞെട്ടിക്കുന്നൊരു പ്രസ്താവന, അതായത് യമുനയിൽ വിഷം കലർത്തി എന്നുള്ള രീതിയിലുള്ളൊരു പ്രസ്താവന, അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുണ്ടായി. പക്ഷേ എന്തു തോന്നുന്നു ഇങ്ങനത്തെ ഒരു വളരെ മോശപ്പെട്ട ഒരു പ്രസ്താവന നടത്താൻ ഒരു മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ച ഒരു വികാരം എന്താണ് ഇതിന് പറയാനുള്ളത്? ഞാൻ BNS സെക്ഷൻ 112 എന്നാണ് എൻ്റെ ഓർമ്മ. അതനുസരിച്ച് കുടിവെള്ളത്തിൽ വിഷം കലർത്തുന്നത് ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ്, ടെററിസമാണ്, ടെററിസത്തിൻ്റെ വകുപ്പാണ്. അതിൽ 112 എന്നാണ് എൻ്റെ ഓർമ്മ, മേ ബി 113 ആവാം, സംതിങ്. അതിൽ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുടിവെള്ളത്തിൽ വിഷം കലർത്തുക, പിന്നെ മറ്റു പല പ്രവൃത്തികൾ. അപ്പോൾ കലർത്തിയത് ഹരിയാന സർക്കാരാണെന്നാണ് കേജ്രിവാൾ പറയുന്നത്. ഹരിയാന സർക്കാരിലെ ആര്? നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ വിവരം കിട്ടി? വാസ്തവത്തിൽ ഡൽഹി പോലീസ് ചെയ്യേണ്ടത് പേരില്ലാതെ ഒരു FIR രജിസ്റ്റർ ചെയ്യുക, ഈ BNS 112 വെച്ചിട്ട് കേജ്രിവാളിനെ സാക്ഷിയാക്കുക, നോട്ടീസ് അയക്കുക. ഈ കേജ്രിവാളിനെതിരെ മാനനഷ്ട കേസിന് അതിനൊന്നും പോകരുത്, അതൊന്നും നിലനിൽക്കുന്നതല്ല. കേജ്രിവാളിനെ മത്സരിക്കുന്നതിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ വിലക്കരുത്, അതാണ് ആ മനുഷ്യനെ ആഗ്രഹിക്കുന്നത്. കേജ്രിവാൾ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇൻ്റർനാഷണൽ ഡീപ്പ് സ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയൊരു ടൂൾ കേജ്രിവാളാണ് ഇന്ത്യയിൽ. അല്ലെങ്കിൽ നോക്ക്, ഇന്ത്യൻ പൊളിറ്റിക്സിൽ മോദിക്ക് പകരം പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത് ഒന്ന് രാഹുൽ ഗാന്ധി, പിന്നെ കേജ്രിവാളാണ്. എന്തുകൊണ്ടാണ്? ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റ് പോലും അയാളുടെ കയ്യിലില്ല, നിയമസഭയാണുള്ളത്. അതിലും എത്രയോ ശക്തനാണ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ. എപ്പോഴെങ്കിലും മോദിക്ക് പകരം സ്റ്റാലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? മോദിക്ക് പകരം മമതാ ബാനർജി എന്ന് കേട്ടിട്ടുണ്ടോ? മോദിക്ക് പകരം അഖിലേഷ് യാദവ് എന്ന് കേട്ടിട്ടുണ്ടോ? ബട്ട് മോദിക്ക് പകരം കേജ്രിവാളെന്ന് പലതവണ കേജ്രിവാളും പറയും, ബാക്കിയുള്ളവരും പറയും. ഇതാണ് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ. അവർ ചില ആൾക്കാരെ കണ്ടുവച്ചിട്ടുണ്ട്, അവർ വഴി അത് ഓപ്പറേറ്റ് ചെയ്യുന്നു. കേജ്രിവാളിന് പണ്ട് മാഗ്സസെ അവാർഡ് കൊടുത്തത് തന്നെ ഇയാളെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് യൂനിസിന് നോബൽ സമ്മാനം കൊടുത്തത് അയാളെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ സമർത്ഥമായിട്ട് കളിപ്പിക്കുകയോ ചെയ്യുന്ന ഒരാളാണ് കേജ്രിവാൾ. അയാളെ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഇപ്പോൾ വിലക്കി കഴിഞ്ഞാൽ അയാൾ രക്തസാക്ഷിയായിട്ട് അഭിനയിക്കും, വലിയ കരച്ചിൽ നടക്കും, വലിയ പ്രശ്നമാകും. അതിന് പകരം കൂളായിട്ട് കേസെടുക്കുക, സാക്ഷിയായിട്ട് നോട്ടീസ് അയക്കുക. തിരഞ്ഞെടുപ്പ് അയാൾ ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും, ശരി വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. യു ബി വെരി സ്ട്രോങ് വിത്ത് ദിസ്. കോടതി പോലീസിന് മുമ്പിൽ ഹാജരാവാൻ പറയുക, എന്നിട്ട് ആര് ചെയ്തു, എന്ത് ചെയ്തു. അപ്പോൾ അവിടെ ഇങ്ങേര് ബബ്ബ നടിക്കുകയാണെങ്കിൽ ഇങ്ങേരുടെ പേരിൽ കേസെടുക്കാം. സമൂഹത്തിൽ ഭീതി പരത്തിയ വകുപ്പ് BNS 352 353 എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. അത് വെച്ച് കേജ്രിവാളിൻ്റെ പേരിൽ കേസെടുക്കാം. പെർഫെക്റ്റ് കേസാണ്. 3 വർഷം തടവ് കൊടുക്കാൻ പറ്റും. 3 വർഷം തടവ് കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം ഇയാളുടെ MLA സ്ഥാനവും പോവും, 6 വർഷത്തേക്ക് അയോഗ്യത വരികയും ചെയ്യും. ഈ രീതിയിൽ നിയമപരമായിട്ട് പൂട്ടണം.